ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ റൂമിൽ ഇന്ന് അധികം ആൾക്കാരൊന്നുമില്ല. എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. ഒരാൾ മാത്രമേ ഉള്ളൂ. അവൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഉറക്കമായി. അപ്പോൾ ഞാൻ എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ അരിയുടെ ചോറ് 1 കിലോ അരി വെച്ചിട്ട് ചോറ് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ക്യാരറ്റ് ഒരു 1.5 മുറി ക്യാരറ്റ് അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു ചെറിയ ഒരു പാട്ട് ക്യാബേജ് അതും കുറച്ച് ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞു വെച്ച്. പിന്നെ ക്യാപ്സിക്കം പല കളർ ക്യാപ്സിക്കം എല്ലാവരും ഇടാറുണ്ട്. പക്ഷേ എനിക്ക് കിട്ടിയില്ല, ഞാൻ പോയെടുത്തൊന്നും കിട്ടിയില്ല. എൻ്റെ മാർക്കറ്റ് ബംഗാളി മാർക്കറ്റ്, അവിടെ യെല്ലോ കളർ റെഡ് കളറൊന്നുമില്ല. അപ്പോൾ ഗ്രീൻ കളർ അത് ചെറുത് 2 പിന്നെ സവോള ഒന്ന് സ്ക്വയറായിട്ട് അരിഞ്ഞിട്ട് അത് ഇതളുകളാക്കിയത്. പച്ചമുളക് ഒരു 10-15 പച്ചമുളക് ഉണ്ട്. ഇത്ര അധികം പച്ചമുളക് എടുത്തതെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ല. ചില്ലി സോസ് ഒഴിക്കണം. അപ്പം അത് എരിവിന് വേണ്ടിയിട്ട് ചില്ലി സോസാണ് യൂസ് ചെയ്യുന്നത്. അതില്ലാത്തതുകൊണ്ട് പച്ചമുളകും നമ്മൾ ഇടും, പക്ഷേ അധികം പച്ചമുളക് എടുത്തത് അതിന് വേണ്ടിയിട്ടാണ്. വെളുത്തുള്ളി ഒരു 7-8 അല്ലി വെളുത്തുള്ളി അത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച്. പിന്നെ ഇത് സ്പ്രിങ് ഓണിയൻ, അതെല്ലാവർക്കും അറിയാം, സ്പ്രിങ് ഓണിയൻ ഉള്ളിത്തണ്ട്. പിന്നെ ഒരു 7 മുട്ട. അപ്പോൾ ഇത്രയാണ് ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് എഗ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിത് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഈ 7 മുട്ട ഞാനൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് ഒരു 2 സ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇനി ഇത് നമുക്ക് പാനിൽ എണ്ണ ഒഴിച്ച്, പാൻ ചൂടാകുമ്പോൾ എണ്ണ ഒഴിച്ച് അത് ചിക്കി നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് 7 മുട്ട ഉടച്ചൊഴിച്ചതാണ്. 7 മുട്ടയും പിന്നെ ഒരു 2 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചിട്ടുണ്ട്. ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുത്തിട്ട് എണ്ണ ഒഴിച്ചിട്ട് അത് നന്നായിട്ട് പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അത് ചൂടാകുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ചിട്ട് ഈ മുട്ട ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചെടുത്തിട്ട് കറക്കി ഈ മുട്ട നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുരുമുളക് പൊടി നമുക്ക് എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. കുരുമുളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. കുരുമുളക് പൊടി പ്രശ്നമൊന്നുമില്ല. തീ ഒന്ന് കുറച്ച്, കുരുമുളക് പൊടി നമ്മുടെ ആവശ്യത്തിന് ഉപയോഗിക്കാം. കുരുമുളക് പൊടി ഇടുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് കൂടത്തേ. ഞാനിതിലൊരു 7 മുട്ടയ്ക്ക് ഒരു 2 വലിയ സ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും. എന്നിട്ട് ഇതിനെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഇതാണ് എഗ് ഫ്രൈഡ് റൈസിലേക്കുള്ള എഗ്ഗ്. ഇതൊരു 7 മുട്ടയുണ്ട്. 7 മുട്ട ഉടച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് ഒഴിച്ചതാണ്. ഇതിനെ നമുക്ക് വെന്ത് ചിക്കി പൊരിച്ചെടുക്കാം. അപ്പം മുട്ട ആയിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്, വേവായിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ ആവട്ടെ. ഈ മുട്ട എന്താ അറിയത്തില്ല, ഈ നമ്മൾ ഇന്ന് മേടിക്കുന്ന ഓഫറിൽ മേടിച്ച മുട്ടയാണ്. അതൊരു ഉടച്ചൊഴിക്കുമ്പോൾ അത്ര ഒരു വെള്ള കളറിലിരിക്കുന്നു, മഞ്ഞ കളറൊന്നുമില്ല. അത് എന്താ അറിയത്തില്ല, വെള്ള കളർ പോലെ. എഗ് ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ട റെഡിയായി. ഇപ്പം നമുക്ക് വെജിറ്റബിളൊക്കെ ഫ്രൈ ചെയ്യാനുള്ള ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന, എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി. ഇത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് വേണം ചെയ്യാൻ. അതെല്ലാവർക്കും അറിയാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ, വെജിറ്റബിൾസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടാണ് ചെയ്യേണ്ടത്. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇതായി വരുമ്പോൾ അതിലേക്ക് ആദ്യം കുറച്ചധികം കുക്കാവേണ്ട ഐറ്റം എന്ന് വെച്ചാൽ അത് വേണം ഇടാൻ.
വെളുത്തുള്ളി ഒന്നായി. വെളുത്തുള്ളി തന്നെ കളറൊന്നും ചേഞ്ച് ആവാൻ പാടില്ല, ബ്രൗൺ കളറൊന്നും ആവേണ്ട കാര്യമില്ല, ആ പച്ച ഇത് മാറി. അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ക്യാരറ്റ്. ക്യാരറ്റാണല്ലോ കുറച്ചധികം ഇതുള്ളത്, അപ്പോൾ ഞാൻ ക്യാരറ്റ് ഇട്ട് കൊടുത്തു ആദ്യം. ഹൈ ഫ്ലെയിമിൽ വേണം ഇടാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇത്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതെല്ലാവർക്കും അറിയാം ഹൈ ഫ്ലെയിമിലാണ് ഇടേണ്ടത്. നമ്മൾ വേഗം ചെറിയ ഫ്ലെയിമിൽ ഇട്ടല്ല, ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് വെജിറ്റബിൾസൊക്കെ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് വേവായി വരുമ്പം അടുത്തായിട്ട് എനിക്ക് എന്താ പറയുന്നത്, ബീൻസൊക്കെ ഇടും ഇതിനകത്ത്. എനിക്ക് ബീൻസൊന്നും കിട്ടിയില്ല, അപ്പോൾ ക്യാബേജിൻ്റെ ചെറിയ പീസുകളൊക്കെ ഉണ്ടതാണത്. എനിക്ക് ബീൻസ് കിട്ടിയില്ല, ഞാൻ പോയ സ്ഥലത്ത് ബീൻസ് ഇല്ലായിരുന്നു. പിന്നെ ബീൻസ് മേടിക്കണമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇത് കുക്കാവട്ടെ. അപ്പോൾ ക്യാരറ്റ് ഏകദേശമൊക്കെ കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഇത് അധികം അങ്ങനെ വേവത്തില്ലല്ലോ. പിന്നെ നമ്മൾ ഇതിലേക്ക് ക്യാബേജാണ് ഇട്ട് കൊടുക്കുന്നത്. ബീൻസ് ഇല്ല, ബീൻസൊക്കെ ഇടണം, ബീൻസൊക്കെ ഇട്ട്. പക്ഷേ ഞാൻ പോയ സ്ഥലത്ത് ബീൻസ് കിട്ടിയില്ല, അതാ പ്രശ്നം. ക്യാബേജ് ഇട്ട്, ഈ ക്യാബേജ് ഇട്ടിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ഹൈ ഫ്ലെയിമിലിട്ടേക്കുന്നത്. അത് ഹാഫ് കുക്കാകുമ്പോൾ ഇത് നമ്മളധികം എന്താ പറയുന്നത്, ഫ്രൈഡ് റൈസിനുള്ള വെജിറ്റബിൾസ് ഒന്നും അധികം അങ്ങനെ കുക്കാവേണ്ട കാര്യമൊന്നുമില്ല. ഒരു 85% ഒക്കെ ആയാൽ മതി. ആകുമ്പോഴത്തേക്ക് നമുക്ക് അപ്പോൾ ഇതൊന്ന് കുക്കായി വരണം. ഒരു കുറച്ച് ചെറുതായിട്ടൊന്ന് കുക്കായി വരുമ്പോൾ ഇതിലേക്ക് ഇനി നമുക്ക് സ്പ്രിംഗ് ഒണിയൻ്റെ വലിയ പീസ് ഞാൻ അതിൻ്റെ വലിയ കട്ടിയുള്ള തണ്ട് കട്ട് ചെയ്തിട്ടുണ്ട്, അത് ആദ്യം ഇടും. അപ്പോൾ ഇത് ഒന്ന് കുക്കായി വരട്ടെ. ഇത് കുക്കാവുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് ആ പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഞാൻ കുറച്ച് അധികം ഇട്ടിട്ടുണ്ട്, കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ലാത്തത് കാരണം പച്ചമുളക് അധികം ഇട്ടേക്കുക. ചില്ലി സോസും കൂടെ വേണം ഇതിന്. പച്ചമുളക് ഇടും, പച്ചമുളക് കുറച്ചിടും നമ്മൾ. അപ്പോൾ ചില്ലി സോസ് ഇല്ലാത്ത കാരണമാണ് ഞാൻ പച്ചമുളക് അധികം ഇട്ടേക്കുന്നത്. എരിവ് വേണമല്ലേ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ പച്ചമുളക് കുറച്ചധികം ഇട്ടേക്കുന്നത്. അപ്പോൾ അതൊന്ന് കുക്കാവട്ടെ. ഇനി നമുക്ക് ഇതിലേക്ക് ഞാൻ ഉള്ളിത്തണ്ട് അരിഞ്ഞു വെച്ചത്. അതിൽ ഉള്ളിത്തണ്ടിൽ എന്താ പറയുന്നത്, ഉള്ളിയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ കട്ടിയുള്ള ഭാഗം അത് സെപ്പറേറ്റ് കട്ട് ചെയ്ത് വെച്ചിരുന്നു ഞാൻ. അതിൻ്റെ തണ്ട് ഇനി പിന്നെ ഇടാം. അതിട്ട് ഇനി ഇതിലേക്ക് ക്യാപ്സിക്കം, ഉള്ളി നമ്മൾ സ്ക്വയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇതളുകളാക്കി വെച്ചിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കും. ഇത് ഉള്ളി സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചതായിരുന്നു, അതിട്ട് കൊടുത്തു. ഞാൻ ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് എനിക്ക് നല്ലതുപോലെ ഒന്ന് തട്ടിയിടുന്നതൊന്നും കാണിക്കാനൊന്നും പറ്റുന്നില്ല. ഇനി ക്യാപ്സിക്കം കൂടെ ഇട്ട് കൊടുക്കും. ക്യാപ്സിക്കം കൂടെ ഇട്ട് ഇത് മിക്സ് ആക്കി കൊടുക്കണം. ഇപ്പോൾ ക്യാരറ്റ്, ക്യാബേജ്, പച്ചമുളക്, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ഉള്ളി സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് അത് ഇതളുകളാക്കിയത്, അതെല്ലാം ഒരുവിധം ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ക്യാപ്സിക്കം കുറച്ചും കൂടെ ആവാണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാൻ പോകും. ഉപ്പ് ഞാൻ ചോറിൽ ഉപ്പിടാൻ മറന്നുപോയി. അപ്പം ഇതിലേക്ക് നമ്മൾ അധികം ആവശ്യത്തിനുള്ള ഉപ്പ്, മൊത്തം ചോറിനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടുള്ള ഉപ്പ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനൊരു സ്പൂൺ ഉപ്പിട്ടു. ചോറിലൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പായിട്ടത്. ചോറിലിടാൻ ഉപ്പിടാൻ ഞാൻ മറന്നുപോയി.
ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചില്ല, അങ്ങനെ അപ്രതീക്ഷിതമായിട്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് ചോറ് ഞാൻ സാധാരണ വെക്കുന്നത് പോലെ വെച്ചതാണ്. ചോറ് കുറഞ്ഞു പോയി, പിന്നീട് ഞാൻ വെച്ച് ചോറ് രണ്ടാമത് വെച്ച്. ഈ ലാസ്റ്റ് ചോറിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉപ്പ് നോക്കണം. ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ വേണം ഉപ്പിട്ട് കൊടുക്കണം. ഇനി ഞാൻ ഉപ്പിട്ട് ഇനി ഇതിലേക്ക് സ്പ്രിങ് ഒണിയൻ ഇട്ട് കൊടുക്കാൻ പോവാം. ഉള്ളിത്തണ്ട് അത് കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നു, കുഴപ്പമില്ല. ഉള്ളിത്തണ്ടിട്ട് ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കുക. ഇതിനകത്ത് ക്യാപ്സിക്കൊക്കെ വേറെ കളറ്, യെല്ലോ കളറും റെഡ് കളറും ഒക്കെ വേണം. ഇതിലൊരു ചെറിയ റെഡ് ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു കളർഫുള്ളായിട്ടിരിക്കത്തുള്ളൂ ക്യാപ്സിക്കം. നമ്മൾ ഫ്രൈഡ് റൈസ് അങ്ങനെയാണല്ലോ, കുറച്ച് കളറായിട്ടിരിക്കണമല്ലേ. ഇനി ഇതിലേക്ക് ഞാൻ കുരുമുളക് പൊടി ഇടാൻ പോവുക. കുരുമുളക് പൊടിയാണ് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം. കുരുമുളക് ഇട്ടിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 2 സ്പൂൺ 2.5 സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. എന്നിട്ട് നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ക്യാപ്സിക്കൊക്കെ വേറെ കളറൊക്കെ ഉണ്ടായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു കളർഫുള്ളായിരുന്നു. ഒരു കളർ ഉണ്ടാവുമല്ലോ എപ്പോഴും ഫ്രൈഡ് റൈസിന്. ഇനി നമുക്കിതിലേക്ക് സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. സോയാ സോസ് നമ്മളുടെ ഇഷ്ടം പോലെ ഒഴിച്ചു കൊടുക്കാം. ഇതൊരു എന്താ പറയുന്നത്, ഡാർക്ക് സോയാ സോസാണ്. അത് കുറച്ചൊരു കറുപ്പ് കളറായിരിക്കും. എൻ്റെ കയ്യിൽ ചില്ലി സോസ് ഇല്ല. ചില്ലി സോസ് ഇതിലൊഴിക്കണം, പക്ഷേ ചില്ലി സോസ് ഇല്ലായിരുന്നു. അത് കാരണം ചില്ലി സോസ് ഒഴിച്ചിട്ടില്ല. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിലേക്ക് എൻ്റെ സോസ് തട്ടി താഴ്ത്തും. നമ്മളിതിലേക്ക് മുട്ടയും കൂടെ ആക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ചേർത്ത് മിക്സ് ചെയ്യണം. ഈ മുട്ട ചേർത്തൊന്ന് മിക്സ് ചെയ്യണം. ഫ്രൈഡ് റൈസ് ചോറും എല്ലാം കൂടെ ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഇത് തീയിൽ ഗ്യാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് വേറൊരു പാനിലേക്ക് വെച്ച് ഞാൻ. അപ്പോൾ ഇത് 2 കൈ വേണം മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ വീഡിയോ പിടിക്കാൻ ആരും ഇല്ലാത്തതുകൊണ്ട് ഞാനൊരു കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇത് ബസ്മതി അരി എന്ന് പറഞ്ഞുകൊണ്ട് കടയിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ അത് മേടിച്ച് എന്താ പറയുന്നത്, കടയിൽ നിന്ന് അവിടെ എഴുതി വെച്ചിരുന്ന ബസ്മതി അരിയെന്ന്. പിന്നെ ഇതൊരു വലിയ ടൈപ്പ് അരി. ഇത് തീ ഓൺ ചെയ്ത് തീയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് ഞാനിത് മിക്സ് ചെയ്യുന്നത്. വേറൊരു പാത്രത്തിലേക്ക് പുറത്തേക്ക് കളയുന്ന, അങ്ങനെ കളയാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്താ ചെയ്യുക, വീഡിയോ പിടിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് 2 കൈ കൊണ്ട് ഇത് മിക്സ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഇത് ബസുമതി അരി എന്ന് പറഞ്ഞിട്ട് പേര് എഴുതി വെച്ചിട്ടുണ്ട്. കാണാനും അതുപോലെ ഉണ്ട്. പക്ഷെ വെക്കുമ്പോൾ നമ്മുടെ ബസുമതി അരിയുടെ അത്രയും ഒരു, ബസുമതി അരി സാധാരണ നല്ല നീളം ഉണ്ടായിട്ടായിരിക്കുമല്ലോ, അത്രയും ഇല്ല. അപ്പോൾ ചോറ് ഞാൻ നേരത്തെ വെച്ച് ഇനി ഇത് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ 2 കൈ വെച്ച് വേണം മിക്സ് ചെയ്യാൻ. പക്ഷേ 2 കൈ വെച്ച് മിക്സ് ചെയ്യാൻ ഞാൻ തനിയെ വെച്ച് ചെയ്യുന്നതുകൊണ്ടാണിത് പ്രശ്നം. അങ്ങനെ എൻ്റെ എഗ് ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ പപ്പടം, സാലഡൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഞാൻ ഒരുപാട് വർഷമായി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയിട്ട്. നേരത്തെയൊക്കെ ഉണ്ടാക്കുമായിരുന്നു, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുമായിരുന്നു. ഇത് കുറേ നാളായി ഉണ്ടാക്കിയത്. അപ്പോൾ എൻ്റെ എഗ് ഫ്രൈഡ് റൈസ് നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കാണുന്നവർ, പുതിയതായിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ എനേബിൾ ചെയ്താൽ ഞാൻ കുക്ക് ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്യണം. എൻ്റെ
എന്താ പറയുന്നത്, എൻ്റെ കുക്കിങ്ങൊക്കെ കണ്ടിഷ്ടമായിട്ടുണ്ടെങ്കിലും, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാ, എന്നാലും എനിക്കറിയാവുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യുന്നു. എപ്പോഴും എല്ലാവരും ഉണ്ടാക്കുന്ന റെസിപ്പി തന്നെ. നമ്മൾക്ക് പുതിയതായിട്ടൊക്കെ ഉണ്ടാക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ സാധനങ്ങളൊക്കെ മേടിക്കണ്ടേ, അതുകൊണ്ടാണ്. അപ്പോൾ ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.